ഹർത്താലിൽ നടന്ന അക്രമങ്ങൾ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടി തുടരുന്നു. ഗുരുവായൂർ ടെമ്പിൾ സിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായ RSS പ്രവർത്തകൻ അറസ്റ്റിൽ. കാഞ്ഞാണി കാരമുക്ക് പള്ളിക്ക് സമീപം ബൈക്ക് അപകടത്തിൽ +1 വിദ്യാർത്ഥി മരിച്ചു. മണലൂർ സ്വദേശി ഹരിനാരായണനാണ് മരിച്ചത്. മറ്റത്തൂരിലെ മലയോര ഗ്രാമങ്ങളിൽ കാട്ടാന ശല്യം തുടർക്കഥയാകുന്നു. വാഴത്തോട്ടത്തിലിറങ്ങിയ കാട്ടാന വ്യാപകമായ തോതിൽ കൃഷി നശിപ്പിച്ചു. ടാറിംഗിൽ അപാകതയെ തുടർന്ന് നാട്ടുകാരുടെ പരാതി. ടാറിംഗ് പൂർത്തീകരിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ വെണ്ടൂർ വരാക്കര റോഡിൽ വീണ്ടും അറ്റകുറ്റപ്പണി. കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചിറയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. 3 വർഷമായി മുടങ്ങിക്കിടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ജില്ലാ കളക്ടറുടെ അനുമതി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ശബരിമല കർമ്മസമിതി BJP പിന്തുണയോടെ നടത്തിയ ഹർത്താലിൽ നടന്ന അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടി തുടരുന്നു. ജില്ലയിൽ ഇതുവരെ 1043 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 88 പേരെ റിമാൻഡ് ചെയ്തു. 1055 പേരെ ജാമ്യത്തിൽ വിട്ടയച്ചു. തൃശൂർ സിറ്റി പരിധിയിൽ ഇതുവരെ 322 പേരും തൃശൂർ റൂറൽ പരിധിയിൽ 721 പേരുമാണ് അറസ്റ്റിലായത്. ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾക്കിടെ ഗുരുവായൂർ ടെമ്പിൾ സിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായ RSS പ്രവർത്തകൻ അറസ്റ്റിൽ. കാട്ടക്കാമ്പൽ പെങ്ങാമുക്ക് താഴത്തേതിൽ പ്രണിലിനെയാണ് ടെമ്പിൾ SI PM വിമോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറനടയിൽ കടകളടപ്പിക്കുന്നത് തടയാനെത്തിയ CIC പ്രേമാനന്ദകൃഷ്ണന് നേരെ കല്ലെറിയുകയായിരുന്നു. തലപൊട്ടി പരിക്കേറ്റ CI ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ റിമാൻഡിലാണ്. CI ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 200ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. CIക്ക് നേരെ പ്രണിൽ കല്ലെറിയുന്ന ദൃശ്യം പടിഞ്ഞാറനടയിലെ പോലീസിന്റെ CCTVയിൽ പതിഞ്ഞിരുന്നു. സംഭവശേഷം ഒളിവിലായിരുന്ന പ്രതി യൂണിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അമ്മയെ കാണാൻ പുലർച്ചെ എത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ACP സാബു K തോമസിന്റെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. RSS കാട്ടക്കാമ്പൽ മണ്ഡലം സേവാ പ്രമുഖാണ് പ്രണിൽ. TCV ഗുരുവായൂർ. പടിയൂർ കാക്കത്തുരുത്തിൽ ഹർത്താൽ ദിനത്തിൽ കടയുടമയെ ആക്രമിച്ച സംഭവത്തിൽ 3 BJP പ്രവർത്തകരെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാക്കത്തുരുത്തി സ്വദേശികളായ കൈപ്പറമ്പിൽ മണികണ്ഠൻ, കളത്തിപ്പറമ്പിൽ വീട്ടിൽ രാജേഷ്, ആലുക്കത്തറ വീട്ടിൽ ജിജേഷ് എന്നിവരെയാണ് കാട്ടൂർ SI സുശാന്തും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇടതുപക്ഷ പ്രവർത്തകരും വ്യാപാരിയുമായ കാക്കാത്തിരുത്തി സ്വദേശി ഓലിപ്പറമ്പിൽ വീട്ടിൽ അനീനെയാണ് കടയടയ്ക്കാൻ ആവശ്യപ്പെട്ട് പ്രതികൾ മർദ്ദിച്ചത്. പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ASI സജീവ്, പോലീസുകാരായ ഷിബു, സൈഫുദ്ദീൻ എന്നിവരും ഉണ്ടായിരുന്നു. കാഞ്ഞാണിയിൽ കാരമുക്ക് പള്ളിക്ക് സമീപം ബൈക്ക് അപകടത്തിൽ +1 വിദ്യാർത്ഥി മരിച്ചു. മണലൂർ പെരിങ്ങായിൽ വീട്ടിൽ സജീവന്റെ മകൻ 16 വയസ്സുള്ള ഹരിനാരായണനാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മണലൂർ സ്വദേശി പൊങ്ങണാമൂല വീട്ടിൽ അർജുൻ കിഷോറിനെ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ കാരമുക്ക് പള്ളിക്ക് മുൻപുള്ള വളവിലായിരുന്നു അപകടം. മുൻപിൽ പോയിരുന്ന ലോറിയുടെ പിറകിൽ ബൈക്ക് ഇടിച്ചുമറിഞ്ഞാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇരുവരും മണലൂർ ഹൈസ്കൂളിലെ +1 വിദ്യാർത്ഥികളാണ്. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന പാതയിൽ കാഞ്ഞാണിയിൽ കാരമുക്ക് പള്ളിക്ക് മുൻപുള്ള നടപ്പാത ഇളകി മാറിയത് കാൽനട യാത്രക്കാർക്ക് ദുരിതമായി. സ്ലാബുകൾ തകർന്നു കിടക്കുന്നതിനാൽ റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ട അവസ്ഥയാണ്. ഇതിനോട് ചേർന്നാണ് തിങ്കളാഴ്ച പുലർച്ചെ ബൈക്ക് ലോറിക്ക് പിറകിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചത്. മാസങ്ങളായി തകർന്നു കിടക്കുന്ന നടപ്പാത അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മറ്റത്തൂരിലെ മലയോര ഗ്രാമങ്ങളിൽ കാട്ടാന ശല്യം തുടർക്കഥയാകുന്നു. അമ്പനോളിയിലുള്ള സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം വാഴത്തോട്ടത്തിലിറങ്ങിയ കാട്ടാന വ്യാപകമായ തോതിൽ കൃഷി നശിപ്പിച്ചു. അമ്പനോളിയിലെ 15 ഏക്കർ വരുന്ന കൃഷിത്തോട്ടം പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന മാങ്കുറ്റിപ്പാടം സ്വദേശികളായ ചേനത്തുപറമ്പിൽ ജോയ് ജോർജ്, ജോയ് ആന്റണി എന്നിവരുടെ വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. കൊലവന്ന 300-ലേറെ നേന്ത്രവാഴകൾ കാട്ടാന ഒടിച്ചു നശിപ്പിച്ചതായി കർഷകർ പറഞ്ഞു. ആദ്യത്തെ ദിവസം കുറച്ച് വാഴ ഒരു 10-25 വാഴ കളഞ്ഞുള്ളൂ. രണ്ടാമത്തെ ദിവസം ഇന്നലെ കുറച്ച് കാര്യമായിട്ട് ഒരു 100-300ഓളം വാഴകൾ നശിപ്പിച്ചിട്ടുണ്ട്. നേന്ത്രവാഴയുണ്ട്, പൂവൻ വാഴയുണ്ട് കളഞ്ഞത്. ഒക്കെ കൊലച്ച് പകുതി മൂപ്പായ വാഴകളാണ് കളഞ്ഞിരിക്കുന്നത്. 1 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിന് പാകമാകുന്ന വാഴക്കുലകളാണ് കാട്ടാനകൾ ഒടിച്ചു കളഞ്ഞത്. 2 ദിവസം മുൻപ് ഇതേ തോട്ടത്തിലെത്തിയ കാട്ടാന 30ഓളം പൂവൻ വാഴകളും നശിപ്പിച്ചിരുന്നു.
സമീപത്തെ വീടുകൾക്ക് സമീപത്തേക്ക് കാട്ടാന എത്തിയെങ്കിലും പട്ടികൾ കുരച്ച് ശബ്ദമുണ്ടാക്കിയപ്പോൾ പിന്തിരിയുകയായിരുന്നു. കൃഷിത്തോട്ടത്തിന്റെ അതിർത്തിയിലുള്ള കമ്പിവേലി തകർത്താണ് ആന വാഴത്തോട്ടത്തിലേക്ക് കടന്നിട്ടുള്ളത്. സമീപ പ്രദേശങ്ങളായ പോത്തൻചിറ, ഇണ്ണോട്, നായാട്ടുകുണ്ട് എന്നിവിടങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങാറുണ്ടെങ്കിലും വനത്തിൽ നിന്ന് 1 കിലോമീറ്ററിലേറെ ദൂരത്തിലുള്ള അമ്പനോളിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്ത് ഇതാദ്യമായാണ് ആന എത്തുന്നത്. തുടർച്ചയായി കാട്ടാനകൾ ഇറങ്ങാൻ തുടങ്ങിയത് ജനങ്ങളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. TCV കൊടകര. ടാറിംഗ് പൂർത്തീകരിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ വെണ്ടൂർ വരാക്കര റോഡിൽ വീണ്ടും അറ്റകുറ്റപ്പണി നടത്തി. ടാറിംഗിലെ അപാകതയെ തുടർന്ന് നാട്ടുകാരുടെ പരാതിയിലാണ് അറ്റകുറ്റപ്പണി നടത്തിയത്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ വെണ്ടൂർ വരാക്കര റോഡാണ് ടാറിംഗ് പൂർത്തീകരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും അറ്റകുറ്റപ്പണി നടത്തിയത്. ടാറിംഗിൽ അപാകതയുണ്ടെന്ന് കാണിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനൽ മഞ്ഞളയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പൊതുമരാമത്ത് വകുപ്പിന് നൽകിയ പരാതിയിലാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. 20 ലക്ഷം രൂപ ചെലവിൽ ടാറിംഗ് നടത്തുന്ന റോഡിൽ ആവശ്യത്തിനുള്ള സാമഗ്രികൾ ഉപയോഗിക്കാതെയാണ് പ്രവർത്തനങ്ങൾ നടത്തിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതേ റോഡിന്റെ ടാറിംഗ് പൂർത്തിയാകും മുൻപേ ടിപ്പർ ലോറിയിൽ മെറ്റൽ കടത്താനുള്ള കരാറുകാരന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അളന്നു തിട്ടപ്പെടുത്തിയ സാമഗ്രികളാണ് നിർമ്മാണം പൂർത്തിയാകും മുൻപേ കടത്താൻ ശ്രമിച്ചത്. ചില ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് മെറ്റൽ കടത്താൻ ശ്രമിച്ചതെന്നും ആരോപണമുണ്ടായിരുന്നു. പോലീസിലേൽപ്പിച്ച ടിപ്പർ ലോറിയിലെ മെറ്റൽ ഉദ്യോഗസ്ഥർ ഇടപെട്ട് വീണ്ടും പണിസ്ഥലത്ത് തന്നെ തിരിച്ചെത്തിച്ചിരുന്നു. നിർമ്മാണ സാമഗ്രികൾ കടത്താൻ ശ്രമിച്ചതിലൂടെ ടാറിംഗിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. എന്നാൽ കരാറിൽ പറയുന്ന സാമഗ്രികൾ ടാറിംഗിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പുതുക്കാട്. കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചിറയുടെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. 3 വർഷമായി മുടങ്ങിക്കിടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. ജില്ലാ കളക്ടർ TV അനുപമയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് മുടങ്ങിക്കിടന്ന നവീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തീരുമാനമായത്. 2,12,00,000 രൂപ ചിലവഴിച്ച് നബാർഡിന്റെ സഹായത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചാത്തൻചിറയോട് ചേർന്ന് കിടക്കുന്ന വടക്കാഞ്ചേരി നഗരസഭ, എരുമപ്പെട്ടി, മുള്ളൂർക്കര പഞ്ചായത്തുകളുടെ അതിർത്തികൾ അളന്ന് തിട്ടപ്പെടുത്തും. ചിറയിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുക്കാൻ 3 മീറ്റർ താഴ്ചയിൽ വാൽവ് സ്ഥാപിക്കും. നിലവിലെ സ്ലൂയിസ് 5 മീറ്റർ താഴ്ചയിലായിരുന്നു. ചിറയുടെ ഉയരം 10 മീറ്റർ വർദ്ധിപ്പിക്കും. 2016 ജനുവരി 18-നാണ് ചാത്തൻചിറയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 250 ഏക്കർ നെൽകൃഷിക്കും മേഖലയിലെ പച്ചക്കറി കൃഷിക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലായിരുന്നു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കുമരനെല്ലൂർ, കാഞ്ഞിരക്കോട് എന്നിവിടങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ അതിർത്തി വഴി തർക്കങ്ങളുടെയും ഭൂമി കയ്യേറ്റങ്ങളുടെയും കാരണത്താൽ പ്രവർത്തനം നിർത്തിവെച്ചു. നവീകരണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചത് വൻ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ആലോചനാ യോഗത്തിൽ നഗരസഭ വൈസ് ചെയർമാൻ MR അനൂപ് കിഷോർ, സ്ഥിരസമിതി അധ്യക്ഷൻ MK പ്രമോദ് കുമാർ, ജനപ്രതിനിധികൾ, നബാർഡ് AG M ദീപ, KLDC എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബോബൻ എന്നിവർ പങ്കെടുത്തു. TCV എരുമപ്പെട്ടി. തൊയ്ക്കാവ് കോഴിപ്പറമ്പ് ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ശിക്ഷ ചൊവ്വാഴ്ച വിധിക്കും. വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന സ്ത്രീയെയും മകളെയും ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി പശ്ചിമബംഗാൾ സ്വദേശി സോജിബുൾ അലിമണ്ഡൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും 36 സാക്ഷികളുടെ മൊഴികളും ഹാജരാക്കിയ രേഖകളും പരിശോധിച്ചാണ് കോടതി പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. 2015 ഏപ്രിൽ 7-നാണ് കേസിനാസ്പദമായ സംഭവം. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പുതുവച്ചോലയിൽ കുഞ്ഞിപ്പാത്തുമ്മ, മകൾ സീനത്ത് എന്നിവരെയാണ് പശ്ചിമബംഗാൾ സ്വദേശി സോജിബുൾ അലിമണ്ഡൽ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയത്. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ P. സുനിൽ, അഭിഭാഷകരായ റാംസിൻ, അമീർ എന്നിവർ കോടതിയിൽ ഹാജരായി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. തിരുവത്ര പുതിയറയിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി വൈദ്യുതി പോസ്റ്റും വീട്ടുമതിലും ഇടിച്ചു തകർത്തു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. തൃത്താല പടിഞ്ഞാറ് അങ്ങാടിയിൽ നിന്ന് കരിങ്കല്ലുമായി ചാവക്കാട്ടേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ പടിഞ്ഞാറങ്ങാടി സ്വദേശി PP കുഞ്ഞുമുഹമ്മദ് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ടിപ്പർ അമിത വേഗതയിലായിരുന്നുവെന്ന് പറയുന്നു. നിയമവിരുദ്ധമായാണ് കരിങ്കല്ല് കയറ്റി വന്നിരുന്നത്.
അപകടത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ TCV ക്യാമറാമാനെ ഡ്രൈവർ തടഞ്ഞു. പിന്നീട് നാട്ടുകാർ എത്തിയാണ് ദൃശ്യങ്ങൾ പകർത്താനായത്. ഹൈവേ പോലീസ് സ്ഥലത്തെത്തി. ഗുരുവായൂർ നഗരസഭയിൽ ജലനയം രൂപവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കറുകുറ്റി SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തയ്യാറാക്കിയ ജല ഓഡിറ്റ് റിപ്പോർട്ട് നഗരസഭയ്ക്ക് കൈമാറി. SCMS വൈസ് ചെയർമാൻ പ്രൊഫസർ പ്രമോദ് തേവന്നൂരിൽ നിന്ന് KV അബ്ദുൽ ഖാദർ MLA റിപ്പോർട്ട് ഏറ്റുവാങ്ങി. ആക്ടിംഗ് ചെയർമാൻ KP വിനോദ് അധ്യക്ഷത വഹിച്ചു. മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി ഉപഹാര സമർപ്പണം നടത്തി. ഡോക്ടർ സണ്ണി ജോർജ് ഓഡിറ്റ് വിശദീകരിച്ചു. 210 ലക്ഷം ലിറ്റർ വെള്ളമാണ് ദിനംപ്രതി ഗുരുവായൂരിൽ ആവശ്യമായി വരുന്നത്. വാണിജ്യ ആവശ്യത്തിന് വേണ്ടി വരുന്ന 75 ലക്ഷം ലിറ്റർ വെള്ളത്തിൽ 25 ലക്ഷം വെള്ളം പുറത്തുനിന്നും ടാങ്കർ ലോറികൾ വഴി എത്തിച്ചേരുന്നതാണെന്നും അതിന്റെ ഗുണനിലവാരം നഗരസഭയും ആരോഗ്യ വിഭാഗവും ഉറപ്പുവരുത്തണമെന്നും ഓഡിറ്റിൽ പരാമർശിക്കുന്നുണ്ട്. നഗരസഭയിലെ 6% ആളുകൾ മാത്രമേ മഴവെള്ള സംഭരണം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുള്ളൂവെന്നും ജല ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് ആദ്യമായി ജല ഓഡിറ്റ് തയ്യാറാക്കുന്ന നഗരസഭയാണ് ഗുരുവായൂർ. പുതുവർഷാഘോഷത്തിനിടയിൽ എടവിലങ്ങിലെ കാരയിൽ യുവാവിനെ മർദ്ദിച്ച കേസിൽ 4 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുന്നില്ലത്ത് അബ്ദുൽ കരീം മകൻ മുഹമ്മദ് റിഷാനെ വീടിനു മുന്നിൽ മർദ്ദിക്കുകയും വീടിന്റെ ജനൽ ചില്ലുകളും കാറിന്റെ ഗ്ലാസും തല്ലി തകർക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. വെമ്പലൂർ സ്വദേശികളായ കൈതക്കാട്ടിൽ അക്ഷയ്, കൈതക്കാട്ടിൽ രാഹുൽ, പപ്പറമ്പിൽ സുമേഷ്, കാട്ടിൽ സുബിൻ എന്നിവരെയാണ് SI A മുകുന്ദൻ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 4 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രളയ ദുരിതത്തിൽ അകപ്പെട്ട ചാലക്കുടി മേഖലയിലെ ക്ഷീര കർഷകർക്കുള്ള 90 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം വിതരണം ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന നഷ്ടപരിഹാര തുക വിതരണം BD ദേവസി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺ കുമാർ ചടങ്ങിൽ അധ്യക്ഷയായി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഷീജു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമ്മ വർഗീസ്, ഉഷ ശശിധരൻ, PP ബാബു, PR പ്രസാദൻ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ MK പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 620 പേർക്കാണ് നഷ്ടപരിഹാരം നൽകിയത്. സമൂഹത്തെ ഒന്നായി നോക്കിക്കാണാനുള്ള വിശാലമായ മനസ്സ് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിക്കൊടുക്കുകയാണ് വിദ്യാലയങ്ങൾ ചെയ്യേണ്ടതെന്ന് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കൊടകര വിവേകാനന്ദ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ രജത ജൂബിലി ആഘോഷം പേരാമ്പ്ര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസ്വസ്ഥതകളും സംഘർഷങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഏറ്റുമുട്ടലുകൾ, മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, ധർമ്മത്തിന് സത്യത്തിന് നീതിക്കും വിളയില്ലാത്ത, വളരെ ചീഞ്ഞുനാടിയ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പോലും വളരെ വേദനയോടുകൂടി നോക്കിക്കാണേണ്ടുന്ന അനുഭവങ്ങളുടെ സംഭവങ്ങളിലാണ് ഉള്ളത്. സമൂഹത്തിൽ നിന്ന് എടുക്കുന്നവരല്ല സമൂഹത്തിന് കൊടുക്കുന്നവരായി വളർന്നു വരുന്ന തലമുറ മാറണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TC സേതുമാധവൻ, വൈസ് ചെയർമാൻ ഡോക്ടർ DP നായർ, രക്ഷാധികാരി PS ശ്രീരാമൻ, KS സുഖേഷ് എന്നിവർ സംസാരിച്ചു. തിരുവല്ലാമല പാമ്പാടിയിൽ SFIയുടെ നേതൃത്വത്തിൽ ജിഷ്ണു പ്രണോയ് അനുസ്മരണം നടത്തി. വിവിധ ക്യാമ്പസുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾ നെഹ്റു കോളേജിലേക്ക് പ്രകടനം നടത്തി. തുടർന്ന് പാമ്പാടി സെൻട്രലിൽ ഒരുക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ സമ്മേളനം SFI സംസ്ഥാന സെക്രട്ടറി സച്ചിൻ ദാസ് ഉദ്ഘാടനം ചെയ്തു. SFI പാലക്കാട് ജില്ലാ സെക്രട്ടറി S കിഷോർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി CS സംഗീത്, ജിഷ്ണുവിന്റെ പിതാവ് അശോകൻ, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ദിനനാഥ് എന്നിവർ സംസാരിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്ന പിണ്ടി തിരുനാൾ പ്രദക്ഷിണത്തോടെ ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ കമ്പടി തിരുനാളിന് പരിസമാപ്തിയായി. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ശേഷം വിശുദ്ധരുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ബഹുവർണ്ണ ദീപങ്ങളാലും വെള്ളിവർണ്ണ തോരണങ്ങളാലും കമനീയമായി അലങ്കരിച്ച അങ്ങാടി റോഡിലൂടെ പ്രദക്ഷിണം മുന്നേറിയപ്പോൾ നിരവധി വിശ്വാസികളാണ് വിശുദ്ധരുടെ തിരുസ്വരൂപം വണങ്ങുന്നതിനായി റോഡിനിരുവശവും തടിച്ചുകൂടിയത്. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഗ്രിജോ മുരിങ്ങത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ വിൻസെന്റ് ആലപ്പാട്ട് തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഡെന്നി താണിക്കൽ സഹകാർമ്മികനായി. രാത്രി വിവിധ കുടുംബ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ വാദ്യമേളങ്ങളോടെ ദേവാലയത്തിലെത്തി സമാപിച്ചു. SNSS ചന്ദ്രാപിനിയുടെ 50ാമത് വോളിബോൾ ടൂർണമെന്റിനോടനുബന്ധിച്ച് ദീപശിഖാ പ്രയാണം സംഘടിപ്പിച്ചു. ചാമക്കാല ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ മാസ്റ്ററുടെ വസതിയിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് MK പുഷ്കരൻ ദീപശിഖ ജ്വലിപ്പിച്ചു.
ജൂനിയർ ഇന്ത്യൻ വോളിബോൾ താരം അരുൺ തേറമ്പിൽ, ഇന്ത്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റ് KR സാംബശിവൻ എന്നിവർ ചേർന്ന് ദീപശിഖയെ ആനയിച്ചു. KU അരുണൻ MLA ദീപശിഖ ഏറ്റുവാങ്ങി. PC രവി, KG കൃഷ്ണനുണ്ണി എന്നിവർ ദീപശിഖ യാത്രയ്ക്ക് നേതൃത്വം നൽകി. 12 മുതൽ 16 വരെ നടക്കുന്ന ടൂർണമെന്റിൽ KSEB, കേരള പോലീസ്, ഇന്ത്യൻ നേവി, ബിക്കൺ സ്പോർട്സ് കാലിക്കറ്റ് എന്നീ ടീമുകൾ മാറ്റുരയ്ക്കും. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് വിതരണം ചെയ്തു. ET ടൈസൺ MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ KC തങ്കച്ചൻ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ MK പ്രദീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന വിശ്വൻ, വെറ്റിനറി സർജൻ ഡോക്ടർ NK സന്തോഷ്, മറ്റ് ജനപ്രതിനിധികളും സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിൽ BJP നേതാവിന്റെ വീടും വാഹനവും ആക്രമിച്ചു. BJP മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പൂത്താട്ടുശ്ശേരി സുരേഷിന്റെ ചിത്തിര വളവിലുള്ള വീടിന്റെ ജനൽ ചില്ലുകളും വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന സ്കൂട്ടറും അടിച്ചു തകർത്തു. ശബ്ദം കേട്ട വീട്ടുകാർ ഉണർന്നെങ്കിലും അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. താനീം സഹകരണ ബാങ്കിൽ പണയം വെച്ച വീട്ടമ്മയുടെ സ്വർണം നഷ്ടപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാത്തതിനെതിരെ കോൺഗ്രസ് സമരത്തിനൊരുങ്ങുന്നു. 192.8 ഗ്രാം സ്വർണം പണയം വെച്ച വീട്ടമ്മ തിരിച്ചെടുക്കാൻ ബാങ്കിലെത്തിയപ്പോൾ 25.7 ഗ്രാം മാത്രമാണ് ലഭിച്ചത്. ഇവരുടെ 167.1 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടുവെന്നും തുടർന്ന് വീട്ടമ്മയ്ക്ക് 3.5 ലക്ഷം രൂപ നൽകി ബാങ്ക് അധികൃതർ തടിതപ്പി എന്നുമാണ് ആരോപണം. ബാങ്കിൽ പണയം വെച്ച മറ്റൊരു യുവതിയുടെ 24 ഗ്രാം സ്വർണവും നഷ്ടപ്പെട്ടതായും പറയുന്നു. ഇത് സംബന്ധിച്ച പരാതിയിൽ 2018 ജൂലൈയിൽ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. എന്നാൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മണ്ഡലം പ്രസിഡന്റ് VK സുശീലൻ, വൈസ് പ്രസിഡന്റ് മിനി ജോസ്, MK ചന്ദ്രൻ, ആന്റോ തൊറയൻ, സജി തച്ചപ്പുള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി രക്ഷാകർത്താക്കൾ രംഗത്ത്. എറിയാട് AMI UP സ്കൂളിലെ 2 അധ്യാപകരെയും ഒരു ഓഫീസ് ജീവനക്കാരിയെയുമാണ് സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തത്. പ്രധാന അധ്യാപികയുടെ ഒപ്പിട്ട് വായ്പ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു സസ്പെൻഷൻ. എന്നാൽ മാനേജ്മെന്റിന്റെ തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് തിരുത്തുകയായിരുന്നു. തുടർന്ന് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അധ്യാപകരും ജീവനക്കാരെയും ജോലിയിൽ തിരിച്ചുകയറാൻ നീക്കം നടത്തുന്ന സാഹചര്യത്തിലാണ് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അച്ചടക്ക നടപടിക്ക് വിധേയരായവരെ ജോലിയിൽ തിരിച്ചെടുക്കരുതെന്നാവശ്യപ്പെട്ട PTയുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഭീമ ഹർജി നൽകി. ഇടവേള. മാന്യമഹാജനങ്ങളെ, നിങ്ങൾ അറിഞ്ഞോ? കുന്നംകുളത്ത് നമ്മുടെ കേരള വസ്ത്രാലയത്തിൽ ഇപ്പോൾ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കേരള വസ്ത്രാലയത്തിന്റെ പുറകുവശത്ത് യേശുദാസ് റോഡിൽ 2 ഇടങ്ങളിലായി ഒരേ സമയം നിരവധി കാറുകൾ പാർക്ക് ചെയ്യുവാൻ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ഒരുക്കിയിരിക്കുന്ന കാർ പാർക്കിംഗ് ഏരിയ ഇനി നിങ്ങളുടെ ഷോപ്പിംഗിന് ഇരട്ടി മധുരമേകും. ഇഷ്ടം പോലെ സെലക്ഷനും വിലക്കുറവും മികച്ച സേവനവും 85 വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തെ കേരള വസ്ത്രാലയത്തിൽ ഇനി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ തുണിത്തരങ്ങളുടെയും വിപുലമായ ശേഖരം. എല്ലാവർക്കും കേരള വസ്ത്രാലയത്തിന്റെ നന്മ നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. ഗുരുവായൂർ നഗരസഭയിലെ ചൂൽപ്പുറം ട്രെഞ്ചിങ് ഗ്രൗണ്ട് പരിസരത്തെ 30 വീടുകളിലേക്ക് കുടിവെള്ളം നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം KV അബ്ദുൽ ഖാദർ MLA നിർവഹിച്ചു. നഗരസഭ ആക്ടിംഗ് ചെയർമാൻ KP വിനോദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PJ ജിസ, അസിസ്റ്റന്റ് എഞ്ചിനീയർ CM മനസ്വി എന്നിവർ സംസാരിച്ചു. നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. സമാധാനത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിറച്ചാർത്ത് കലാസാംസ്കാരിക സമിതിയും വടക്കാഞ്ചേരി ശ്രീ കേളവർമ്മ പബ്ലിക് ലൈബ്രറിയും ചേർന്ന് മിഴിവ് സമൂഹ ചിത്രരചന സംഘടിപ്പിച്ചു. സമാധാനം കോറിയിടം എന്ന സന്ദേശവുമായി ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത്
30 മീറ്ററിൽ വലുപ്പത്തിൽ ഒറ്റ പ്രതലത്തിലാണ് ചിത്രങ്ങൾ രചിച്ചത്. ചിത്രകാരന്മാരായ സുജിത് CN, മണികണ്ഠൻ പുന്നയ്ക്കൽ, ബിനു ഭാസ്കർ, ഷസിയ അജയൻ, പ്രകാശൻ മങ്ങാട്ട്, സുധീഷ് MS, വിനോദ് കൊച്ചുട്ടി എന്നിവരുടെ നേതൃത്വത്തിലാണ് മിഴിവ് സംഘടിപ്പിച്ചത്. എങ്കക്കാട് നിറച്ചാർത്ത് ക്യാമ്പിന്റെ 5ാം പതിപ്പിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എങ്കക്കാട് നിദർശനയിൽ ആരംഭിക്കുന്ന ക്യാമ്പിൽ രാവിലെ 10 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഷാജി N. കരുൺ, ചിത്രകാരൻ അക്കിത്തം നാരായണൻ, ചരിത്രകാരൻ വിജയകുമാർ മേനോൻ എന്നിവർ പങ്കെടുക്കും. ജനുവരി 13 വരെ നടക്കുന്ന ക്യാമ്പ് 3 വേദികളായാണ് നടക്കുന്നത്. MS സുധീഷ്, ഷീബ സുരേഷ്, K. കൃഷ്ണകുമാർ, ദാസ് വടക്കാഞ്ചേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗാന്ധിയുടെ ജീവിതം ഇന്നത്തെ തലമുറയ്ക്ക് അന്യമാകുന്നത് നാടിന്റെ ഭാവിക്ക് ഭൂഷണമല്ലെന്ന് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെന്റർ സ്കൂളിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മദിനാഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രിൻസിപ്പൽ KK ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ, വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് VO പൈലപ്പൻ, ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G. പത്മനാഭൻ, ഓർഗനൈസിംഗ് കമ്മിറ്റി പ്രസിഡന്റ് TP അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുൻമന്ത്രി PP ജോർജിന്റെ വീട്ടിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സന്ദർശനം നടത്തി. കഴിഞ്ഞ 5-നായിരുന്നു PP ജോർജിന്റെ 11ാം ചരമവാർഷിക ദിനാചരണം. അന്ന് എത്താൻ കഴിയാതിരുന്നതിനെ തുടർന്നാണ് ഉമ്മൻചാണ്ടി വീട്ടിലെത്തിയത്. PP ജോർജിന്റെ ഭാര്യ റീത്തയുമായി ഉമ്മൻചാണ്ടി സൗഹാർദ്ദ സംഭാഷണം നടത്തി. PP ജോർജിന്റെ മരുമകനും DCC സെക്രട്ടറിയുമായ സെബി കൊടിയൻ, DCC സെക്രട്ടറി TJ സനീഷ് കുമാർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KM ബാബുരാജ്, ഷാജു കളിയങ്കര തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സേവാഭാരതി നടത്തിവരുന്ന അന്നദാനം 12 വർഷം പൂർത്തിയാക്കുന്നു. 12ാം വാർഷികാഘോഷം റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MV ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് ജഡ്ജി D. ശങ്കരൻകുട്ടി അധ്യക്ഷനായിരുന്നു. ഹരി ബ്രഹ്മാനന്ദ സരസ്വതി, PG ശശികുമാർ, TS സുരേഷ്, P. ഹരിദാസ്, M. സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ മികവ് തെളിയിച്ച കായിക വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കല്യാണി S. നായർ അധ്യക്ഷയായി. ദേശീയ സ്കൂൾ ഫുട്ബോൾ ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ആഷിഖിന് സഹപാഠികൾ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. കായികാധ്യാപകൻ മുഹമ്മദ് ഹനീഫ, PTA പ്രസിഡന്റ് കുഞ്ഞുമോൻ കരിയന്നൂർ, SMC ചെയർമാൻ ബാബു ജോർജ്, പ്രിൻസിപ്പൽ CM പൊന്നമ്മ, പ്രധാനാധ്യാപിക AS പ്രേംസി, മേജർ KP ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വടാനപ്പള്ളി തൃത്തല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പം പുരസ്കാരം. പരിസര ശുചിത്വം, ഭൗതിക സാഹചര്യം, മാലിന്യ സംസ്കരണം എന്നിങ്ങനെ 6 ഘടകങ്ങളിൽ മേന്മ പുലർത്തിയതിനാണ് പുരസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി നൽകുന്നതാണ് കായകൽപ്പ പുരസ്കാരം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, ഹെൽത്ത് സെന്റർ സൂപ്രണ്ട് ഡോക്ടർ PK രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി കൂടിയാട്ടം സംഘടിപ്പിച്ചു. പുലിയന്നൂർ സ്കൂളിലാണ് മായ സീതാംഗം കൂടിയാട്ടം അരങ്ങേറിയത്. സീതയായ ഡോക്ടർ ഇന്ദുവും ലക്ഷ്മണനും മായാരാമനുമായി മാർഗി മധു ചാക്യാരും, രാവണനായി നേഭാത്യ രാഹുൽ ചാക്യാരും വേഷമിട്ടു. ഏപ്രിൽ 6 മുതൽ 10 വരെയാണ് നാടകോത്സവം അരങ്ങേറിയത്. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജിൻഡോ പെരേപ്പാടൻ കൊടിയേറ്റി. 12, 13 തീയതികളിലാണ് തിരുനാൾ. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്താഘോഷത്തിന്റെ പറയെടുപ്പും കൊടിയേറ്റവും നടന്നു. ക്ഷേത്രം തന്ത്രി സന്തോഷ് കരിമത്ര മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഈ മാസം 24-നാണ് മകരപ്പത്താഘോഷം നടക്കുന്നത്. ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളായ ശങ്കരൻകുട്ടി, VM മനോജ്, PSK നായർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ തിരുവനന്തപുരത്ത് നടത്തിയ സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പഴഞ്ഞി അരുവായി VKM കളരിക്ക് നേട്ടം. VKM കളരിയിലെ KA അഭിരാം ജൂനിയർ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായി. മെയ്പയറ്റിൽ K അഭിരാം, കൈപ്പോരിൽ KC സുരേഷ്,
വ്യക്തിഗത വിഭാഗത്തിൽ കിഴൂർ VKM കളരിയിലെ വീച്ച് ദേവിക എന്നിവർ ഒന്നാം സ്ഥാനം നേടി. സബ് ജൂനിയർ വിഭാഗത്തിൽ മെയ്പൈറ്റ് ചുവട് എന്നീ ഇനങ്ങളിൽ വേദ്നാഥത് കൂനത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. 3 രണ്ടാം സ്ഥാനവും 1 മൂന്നാം സ്ഥാനവും സംഘം കരസ്ഥമാക്കി. ഓൾ കേരള ഫോമർ പഞ്ചായത്ത് മെമ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ വാർഷിക പ്രതിനിധി സമ്മേളനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന യോഗത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KV അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. കരീം പന്നിത്തടം പ്രസിഡന്റായും VS പ്രിൻസ് ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. പെരുവലൂർ ശ്രീകോട്ട വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ഈ മാസം 11 മുതൽ 18 വരെ ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ആണ്ടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിക്കും. ശ്രീകോവിലുകളുടെ പ്രതിഷ്ഠയും നടക്കും. നവീകരണ കമ്മിറ്റി ഭാരവാഹികളായ KS പ്രതാപൻ, നളിൻ ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. KKTM ഗവൺമെന്റ് കോളേജ് അലുമിനി അസോസിയേഷൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നിറവ് 2019 സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം ജഗദീഷ്, ET ടൈസൺ MLA, കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർമാൻ KR ജൈത്രൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ CP വിജയൻ മെമ്മോറിയൽ എക്സലൻസ് അവാർഡ് K രാധാകൃഷ്ണന് സമ്മാനിച്ചു. ബൈക്ക് മോഷണ കേസിൽ പിടികിട്ടാപ്പുള്ളിയായ പ്രതിയെ 6 വർഷത്തിന് ശേഷം വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വേലൂർ സ്വദേശി വിനോദാണ് അറസ്റ്റിലായത്. 2012 കേസിനാസ്പദമായ സംഭവം. ശബരിമല കർമ്മസമിതി നടത്തിയ ഹർത്താലിന്റെ മറവിൽ അക്രമം നടത്തിയ CPM അക്രമകാരികളെ അറസ്റ്റ് ചെയ്യണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ചെറുതുരുത്തിയിൽ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പോലീസ് സ്റ്റേഷൻ ഉപരോധമടക്കമുള്ള സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഇവർ പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി MA രാജു, പ്രഗണ്ട് ജോയിന്റ് സെക്രട്ടറി PR മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം 3-ാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ നെൽകൃഷി വിളവെടുത്തു. ജിനൻ മാമ്പറത്തിന്റെ 60 സെന്റ് സ്ഥലത്താണ് ജ്യോതി നെൽ വിത്തുപയോഗിച്ച് കൃഷി നടത്തിയത്. CDS അംഗം ഫാത്തിമ സന്തോഷ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ജിനൻ മാമ്പറമ്പത്ത് PA ജലീൽ എന്നിവർ പങ്കെടുത്തു. പോട്ടോ LBS കോളനിയിലെ പട്ടികജാതി കുടുംബങ്ങൾക്ക് ഉടമസ്ഥാവകാശ രേഖയും പട്ടയവും ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് LJD പഞ്ചായത്ത് കമ്മിറ്റി കോലഴി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ ലോക് താന്ത്രിക് ജനതാദൾ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു ആട്ടോർ ഉദ്ഘാടനം ചെയ്തു. CA സന്തോഷ് അധ്യക്ഷത വഹിച്ചു. MG ലോഹ്യ, KKMS സംസ്ഥാന പ്രസിഡന്റ് K മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാധാന സൗഹാർദ്ദ സദസ്സ് നടത്തി. DCC പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷനായി. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി അപ്പോളോ ടയേഴ്സിലെ INTUC CITU യൂണിയനുകളുടെ സംയുക്ത സമരസമിതി കമ്പനി ഗേറ്റിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KJ ജോയ് അധ്യക്ഷത വഹിച്ചു. KK ഗോപി, പോൾ മംഗലൻ, A രാജീവ്, റിജോ പോൾ എന്നിവർ സംസാരിച്ചു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേലക്കരയിൽ സമാധാന സന്ദേശ സംഗമം നടന്നു. DCC ജനറൽ സെക്രട്ടറി TA രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TM കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P സുലൈമാൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ, PK മുരളീധരൻ എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KSSPU വടക്കാഞ്ചേരിയിൽ പ്രകടനവും ധർണയും നടത്തി. PK സുബ്രഹ്മണ്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു. CR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. OR സോമശേഖരൻ മാസ്റ്റർ, KS ജോർജ്, അബ്ദുൾ സത്താർ ഖാൻ, TT ബേബി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമാധാന സന്ദേശ സദസ്സ് സംഘടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സജയ് വൈനപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, KF ഡൊമിനിക് എന്നിവർ സംസാരിച്ചു. പൊതുപണിമുടക്കിന് പിന്തുണയുമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുല്ലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ജോസ് കോട്ടപ്പറമ്പിൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായിരുന്നു. സംയുക്ത തൊഴിലാളി ട്രേഡ് യൂണിയൻ കുന്നംകുളം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്വിദിന ദേശീയ പണിമുടക്കിന്റെ പ്രചാരണാർത്ഥം പ്രകടന ജാഥ നടത്തി.
PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KV ഗീവർ അധ്യക്ഷനായി. K അസീസ്, M വിജാക്സൻ എന്നിവർ പങ്കെടുത്തു. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോർഡിനേഷൻ ഓഫ് പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KR സുമേഷ് ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് MA ജോസ് അധ്യക്ഷത വഹിച്ചു. M തുളസി, PK രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാധാന സംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. K നവാസ്, AP മുഹമ്മദ് ഉണ്ണി, KV ഷാനവാസ് എന്നിവർ സംസാരിച്ചു. ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. മതിലകം സെന്ററിൽ നടന്ന പൊതുയോഗം TS ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് PA വേലായുധൻ അധ്യക്ഷത വഹിച്ചു. EM കൃഷ്ണൻകുട്ടി, CK ശങ്കരൻ എന്നിവർ സംസാരിച്ചു. CPM RSS അക്രമങ്ങൾക്കെതിരെ കാഞ്ഞാണിയിൽ മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാധാന സന്ദേശ സദസ്സ് നടത്തി. KPCC മെമ്പർ CA സെബാസ്റ്റ്യൻ സമാധാന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ജോസഫ് ബാബു അധ്യക്ഷനായി. PK രാജൻ, KK ബാബു, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, MV അരുൺ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് ദ്വിദിന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനവും ധർണയും നടത്തി. KV അബ്ദുൽ ഖാദർ MLA നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ CC വിജയൻ അധ്യക്ഷനായി. KT ശ്രീനിവാസൻ, C ശിവദാസ്, മോഹൻ ബാബു, K വാസു എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് തോളു പഞ്ചായത്ത് യൂണിറ്റിന്റെ വിമുക്ത ഭടഭവൻ സംസ്ഥാന പ്രസിഡന്റ് ബ്രിഗേഡിയർ G ആനന്ദക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. CP ആന്റണി അധ്യക്ഷനായിരുന്നു. മുതിർന്ന വിമുക്ത ഭടന്മാരെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ തോളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ് മണാളത്ത്, വാർഡ് മെമ്പർ തോമസ് ചിറമൽ, വിമുക്തഭട മഹിളാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കാർത്യായിനി P മേനോൻ, ജില്ലാ പ്രസിഡന്റ് KR ഗോപിനാഥൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച KSSPUവിന്റെ നേതൃത്വത്തിൽ ചേലക്കരയിൽ പ്രകടനവും ധർണയും നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം VK ഹാരിഫ B ഉദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് V ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. ആന്റണി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള ബ്ലോക്ക് കമ്മിറ്റി പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് EV ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KA ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. NS അബ്ദുൽ ഖാദർ, AC ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. CITU ജനറൽ സെക്രട്ടറി NK അക്ബർ പൊതുയോഗം ഉദ്ഘാടനം നിർവഹിച്ചു. INTC ഗുരുവായൂർ റീജിയണൽ പ്രസിഡന്റ് MS ശിവദാസ് അധ്യക്ഷനായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹർത്താലിൽ നടന്ന അക്രമങ്ങൾ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടി തുടരുന്നു. ഗുരുവായൂർ ടെമ്പിൾ സിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായ RSS പ്രവർത്തകൻ അറസ്റ്റിൽ. കാഞ്ഞാണി കാരമുക്ക് പള്ളിക്ക് സമീപം ബൈക്ക് അപകടത്തിൽ +1 വിദ്യാർത്ഥി മരിച്ചു. മണലൂർ സ്വദേശി ഹരിനാരായണനാണ് മരിച്ചത്. മറ്റത്തൂരിലെ മലയോര ഗ്രാമങ്ങളിൽ കാട്ടാന ശല്യം തുടർക്കഥയാകുന്നു. വാഴത്തോട്ടത്തിലിറങ്ങിയ കാട്ടാന വ്യാപകമായ തോതിൽ കൃഷി നശിപ്പിച്ചു. ടാറിംഗിലെ അപാകതയെ തുടർന്ന് നാട്ടുകാരുടെ പരാതി. ടാറിംഗ് പൂർത്തീകരിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ വെണ്ടൂർ വരാക്കര റോഡിൽ വീണ്ടും അറ്റകുറ്റപ്പണി. കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചിറയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. 3 വർഷമായി മുടങ്ങിക്കിടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ജില്ലാ കളക്ടറുടെ അനുമതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.